വെളുത്ത വാവ് കഴിഞ്ഞ് വരുന്ന കറുത്ത പഞ്ചമി എന്ന് പറയും. കറുത്ത പഞ്ചമിക്ക് നമ്മൾ തേങ്ങാദീപമൊക്കെ കത്തിച്ചാൽ നമുക്ക് കടങ്ങൾ വീടാൻ പറ്റും. നമ്മൾ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ കടങ്ങളൊക്കെ വീടാൻ സാധിക്കും. പിന്നെ കറുത്ത പഞ്ചമി, കറുത്ത വാവ് അമാവാസി കഴിഞ്ഞിട്ട് വരുന്നത് വെളുത്ത പഞ്ചമിയാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ ഐശ്വര്യവും സമൃദ്ധിയും. ഓം ഹ്രീം യോഗിനി യോഗഭയങ്കരി വരാഹിയെ നമ. നമ്മൾ സ്വയംവര മന്ത്രം പറയുമല്ലോ എന്ന് മതി. ഓം ഹ്രീം യോഗിനി യോഗഭയങ്കരി വരാഹിയെ നമാണ് ആത്മാർത്ഥമായിട്ട് ഒരു 5 മിനിറ്റ് ജപിച്ചോളാൻ പറ്റും. രാത്രി 8 മണി കഴിഞ്ഞിട്ട് രാത്രി അത് 12 മണി വരെ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. പിന്നെ വെളുപ്പാങ്കാലത്ത് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇതിന് ചിട്ടയായിട്ട് പ്രാർത്ഥിച്ചെങ്കിൽ തിരിച്ചടികൾ നമുക്കുണ്ടാവും. രോഗങ്ങൾ വയ്ക്കാൻ പാടില്ല ഒരിക്കലും പൂജാമുറിയൊന്നും. പൂജാമുറിയിലൊക്കെ വയ്ക്കുന്ന വിഗ്രഹങ്ങൾക്ക് കണക്കുണ്ട്. ഉഗ്രമന്ത്രങ്ങളൊന്നും ഒരിക്കലും ജപിക്കാൻ പാടില്ല. അത് നമുക്ക് തിരിച്ചടികൾ വരാൻ സാധ്യതയുണ്ട്. നല്ല കാര്യങ്ങൾ മാത്രമേ പറയൂ. വരാഹി അമ്മ പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണ്. വരാഹി അമ്മ നമ്മൾ ഒരുപാട് എപ്പിസോഡ്, ഒരുപാട് ഇൻ്റർവ്യൂസ് പല ആൾക്കാരുമായിട്ടും പല മീഡിയയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ വരാഹി അമ്മയുടെ ഒരു തത്വം, അല്ലെങ്കിൽ വരാഹി അമ്മയെ എപ്പോഴാണ് ആരാധിക്കേണ്ടത്, ഏത് സമയത്താണ് വിളിക്കേണ്ടത്, പല രീതിയിലുള്ള ഇൻഫർമേഷൻസാണ് മാർക്കറ്റിലുള്ളത്. അതിലുപരി നമ്മൾ സംസാരിക്കുമ്പോഴും ഞാൻ ഈ ഇടയ്ക്ക് കിട്ടിയൊരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത്, വരാഹി അമ്മ എന്ന് പറയുന്നത് ശരിക്കും സപ്തമാതൃക്കളിൽ ഒരാളാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ പവർഫുള്ളായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ദേവീ സ്വരൂപമാണ്. അപ്പോൾ സാധാരണ മൂലമന്ത്രങ്ങൾ സാധാരണപ്പെട്ടവർക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. സാധാരണ പ്രാർത്ഥനകളാകാം. പക്ഷേ മാർക്കറ്റിലേക്ക് പോകുന്നത് വരാഹി അമ്മയെ നിങ്ങൾ ജപിക്കൂ, നിങ്ങൾക്ക് എന്ത് നേടാമെന്നുള്ളതാണ്. പക്ഷേ ഈ തിരുത്തലുകൾ ഒന്ന് അതീവ എന്താ പറയുക, വളരെ നല്ല രീതിയിലുള്ള ഒരു ഇൻഫർമേഷൻസായി അമ്മ പറഞ്ഞു കൊടുക്കാൻ പറ്റിയാൽ സന്തോഷം. നമസ്കാരം. വരാഹി അമ്മ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് വരാഹി അമ്മയുടെ പ്രസിദ്ധിയെപ്പറ്റി വന്നത്. വരാഹി അമ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ നന്ദി എങ്ങനെയാണോ മഹാദേവന് കാവലായി നിൽക്കുന്നത്, അതുപോലെയാണ് വരാഹി അമ്മ ലളിതാംബികയുടെ ലെഫ്റ്റനൻറ്റ് കമാൻഡറാണ്. അപ്പോൾ അമ്മയ്ക്ക് പ്രൊട്ടക്ഷനായിട്ട് അത് അമ്മ എന്ത് ഇവർ പറയണോ അതൊക്കെ അമ്മ കേൾക്കും. പക്ഷെ നല്ല കാര്യങ്ങൾ മാത്രമേ പറയൂ. വരാഹി അമ്മ പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണ്. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ സാധാരണ കാട്ടുപന്നിയുടെ മുഖമാണ്. അതായത് ഇപ്പോൾ നമുക്കറിയാം അതിൻ്റെ റെപ്രസെൻ്റ് ചെയ്യുന്നത് കാട്ടിൽ ഇതാണ്. അപ്പോൾ രാത്രി സമയങ്ങളിൽ മാത്രമേ ദേവിക്ക് പവറുള്ളൂ. അപ്പോൾ സന്ധ്യ കഴിഞ്ഞിട്ട് ഒരു 8 മണി തുടങ്ങി രാവിലെ ഒരു 3 മണി വരെ നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷെ നമ്മളെ സംബന്ധിച്ച് 12 മണിക്കും 3 മണിക്കും ഇടയ്ക്ക് ആ കാലങ്ങൾ നമ്മൾ സാധാരണ സാത്വികമായി ഒന്നും ചെയ്യാറില്ല. അപ്പോൾ അത് വേണ്ട. അപ്പോൾ രാത്രി 8 മണി കഴിഞ്ഞിട്ട് നമ്മുടെ കാര്യം നടക്കണമെങ്കിൽ കാര്യത്തിന് സാധ്യത്തിന് ഒക്കെ ആണല്ലോ എല്ലാവർക്കും ഇപ്പോൾ കാര്യസാധ്യമാണല്ലോ വേണ്ടത്. അപ്പോൾ അങ്ങനെ എനിക്ക് നല്ല അനുഭവമുണ്ട് പലർക്കും പറഞ്ഞു കൊടുത്തിട്ട്. ഇതുപോലെ ഒരു ടീച്ചർ അവർക്ക് ഇനി ലാസ്റ്റ് ചാൻസ് കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വേക്കൻസി ഇല്ലാന്ന് പറഞ്ഞിട്ട് 2 കൊല്ലം കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു. അവർക്ക് വയസ്സാവും. അപ്പോൾ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വരാഹി മന്ത്രം ജപിച്ചോളൂ. എന്താണെന്ന് ചോദിച്ചപ്പോൾ വാർത്താളി അത് പറയാൻ പാടില്ല, അത് നമുക്കുള്ള അതൊക്കെ വലിയ വലിയ ഉഗ്ര ഹോമങ്ങൾക്കുള്ളതാണ്, അത് ചെയ്യാൻ പാടില്ല. ഓം ഹ്രീം യോഗിനി യോഗഭയങ്കരി വരാഹിയെ നമ. നമ്മൾ സ്വയംവര മന്ത്രം പറയുമല്ലോ എന്ന് മതി. ഓം ഹ്രീം യോഗിനി യോഗഭയങ്കരി വരാഹിയെ നമാണ് ആത്മാർത്ഥമായിട്ട് ഒരു 5 മിനിറ്റ് ജപിച്ചോളാൻ പറഞ്ഞു. പിറ്റേ ദിവസം എന്നെ വിളിച്ചു പറയാം എന്നോട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് ജോലിക്കേറിയവർ. അപ്പോൾ അത് ഭയങ്കര പവറാണ്. പക്ഷേ നമ്മൾ ആവശ്യമില്ലാതെ വല്ല കടുപ്പമുള്ള വാക്കുകളൊക്കെ പറഞ്ഞാൽ, ഗുരുപദേശമില്ലാതെ പറഞ്ഞാൽ നമുക്ക് തിരിച്ചടി കിട്ടും തീർച്ചയായും. കാരണം ദേഷ്യമുള്ള ദേവിയാണ്. പിന്നെ ഏത് സമയത്തൊന്നും വരാഹിയമ്മയെ പ്രാർത്ഥിച്ചുകൂടാ. രാത്രി 8 മണി കഴിഞ്ഞിട്ട് രാത്രി അത് 12 മണി വരെ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. പിന്നെ വെളുപ്പാങ്കാലത്ത് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇതിന് ചിട്ടയായിട്ട് പ്രാർത്ഥിച്ചെങ്കിൽ തിരിച്ചടികൾ നമുക്കുണ്ടാവും. പിന്നെ വരാഹി ദേവിക്ക് പഞ്ചമി വഴിപാട് നല്ലതാണ്. അതിന് വലിയ പ്രശ്നമൊന്നുമില്ല. ഒരു തട്ടത്തിൽ കുറച്ച് അരിയിട്ട് ഇത്തിരി മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് അതിനകത്ത് തേങ്ങ ഉടച്ച് വെച്ച് അതിൽ നെയ്യ് ഒഴിച്ച് ദീപം കത്തിക്കും. അത് ഫേസ് ടു നോർത്ത്, വടക്കോട്ടേക്ക് തിരിച്ച് വയ്ക്കേണ്ടത്. എന്നിട്ട് നമുക്ക് വരാഹി ഓം ഹ്രീം യോഗിനി വരാഹി നമാന്ന് ചൊല്ലിയിട്ട് നമ്മൾ മുല്ലപ്പൂ കൊണ്ടോ അരളിപ്പൂ കൊണ്ടോ ഒക്കെ നമുക്ക് പുഷ്പാഞ്ജലി. അപ്പോൾ അരളിപ്പൂ നിഷേധ്യാന്ന് പറയും. അരളിപ്പൂക്കെ നമുക്ക് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോഴും, കുഴപ്പമൊന്നുമില്ല. അതിനകത്ത് കഴിക്കാൻ പോയിട്ടല്ലേ, കഴിക്കാൻ പോകുമ്പോൾ പോയിസൺ ആണെന്നുള്ളതാണ് സയന്റിഫിക് വശം. ആവശ്യമില്ലാത്ത സാധനങ്ങൾ എടുത്ത് കഴിച്ചിട്ടല്ലേ. വഴിയിൽ പല ചെടികളുണ്ടാവും. അതിനകത്ത് ഒരു കോൺഫ്ലിക്റ്റ് വന്നത് തമിഴ്നാടിനാണ് ഏറ്റവും കൂടുതൽ അരളിപ്പൂ ഇവിടേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ പൂജയ്ക്ക് അമ്പലത്തിൽ കൊടുക്കുമ്പോൾ ഇത് ശരിക്കും തീർത്ഥത്തിനകത്ത് ഈ അരളിപ്പൂ വീഴുമ്പോൾ ആ വെള്ളം പോയിസൺ ആണ് എന്നുള്ളതാണ് പറയുന്നത്. എനിക്കറിയില്ല, തീർത്ഥം ഉണ്ടാക്കണില്ലല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ മുല്ലപ്പൂവാണ് ഏറ്റവും നല്ലത്. മുല്ലപ്പൂ കൊണ്ട് നമുക്ക് ദേവിക്ക് വരാഹി അമ്മയുടെ മന്ത്രം ജപിച്ച് നമ്മൾ പൂജിച്ചാൽ നല്ലതാണ്. അല്ല തേങ്ങ ദീപം വച്ചാലും മതി, പ്രശ്നമൊന്നുമില്ല. പിന്നെ വരാഹിയുടെ വലിയ വലിയ പ്രതിമകൾ വയ്ക്കുന്നതിനും വിഗ്രഹം വയ്ക്കുന്നതിനും ഞാൻ യോജിക്കുന്നില്ല. ഒരു വിളക്ക് വെച്ചിട്ട് നമുക്ക് നമ്മൾ സാധാരണ വിളക്ക് വെച്ചിട്ട് പ്രാർത്ഥിച്ചാൽ മതി. ഇപ്പം ഞാനൊക്കെ ശ്രീചക്ര ഉപാസനയുണ്ട്. ഞാൻ അതിലേക്ക് തന്നെ ഈ ദേവിയും കൂടി ആക്കിയിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കാറ്. ശ്രീചക്രം അതിൽ എല്ലാ ദേവതമാരും അതിനകത്തുണ്ട് ശ്രീചക്രത്തിൽ. അങ്ങനെ അത് ഓരോരുത്തർ ഇഷ്ടം അനുസരിച്ച്. അല്ലാതെ ഇതിനായിട്ട് വിഗ്രഹം മേടിച്ചു വെച്ചു ദിവസം അഭിഷേകം ചെയ്യാൻ പറ്റില്ല, എന്ത് ചെയ്യും? നമ്മൾ ദിവസവും അഭിഷേകം ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ സുബ്രഹ്മണ്യനെ വേര് മേടിച്ചു വെച്ചു ദിവസം അഭിഷേകം, പ്രശ്നമില്ല. സുബ്രഹ്മണ്യൻ ശാന്തന. കൃഷ്ണനെ നമ്മൾ മേടിച്ചു വെച്ചു. കൃഷ്ണൻ്റെ വലിയ വിഗ്രഹം കുഴപ്പമില്ല, കൃഷ്ണനല്ലേ. കൃഷ്ണൻ്റെ ഒരു
പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ വിഗ്രഹം വെച്ചാൽ പ്രശ്നമില്ല. പക്ഷേ ഈ വരാഹിയമ്മയൊക്കെ നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ഭദ്രകാളി ഇവരൊക്കെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തതിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഹനുമാൻ ഇവരെയൊക്കെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തതിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. കാരണം അവർ ക്ഷമിക്കില്ല അവരൊന്നും. അല്ലെങ്കിൽ തന്നെ വിഗ്രഹാരാധന ഒരിക്കലും നമുക്ക് അതെ, അമ്പലത്തിൽ പോയാൽ വരെ ഫോട്ടോ വയ്ക്കാം, കുഴപ്പമില്ല. ഫോട്ടോ വെച്ച് ഇല്ലിട്ട ഫോട്ടോ വെച്ചു, ചെറിയ ഫോട്ടോ വെച്ചു. അല്ലെങ്കിൽ നമ്മൾ കാണുന്ന രൂപമല്ലല്ലോ, നമ്മളിപ്പോ കൃഷ്ണനെ കാണുന്ന രൂപം പുല്ലാങ്കുഴലുമായി നിൽക്കുന്ന കൃഷ്ണൻ. പക്ഷേ അതല്ലാതെ വേറെ രൂപങ്ങളില്ലേ ഉണ്ട്. സോ അപ്പം വിഗ്രഹാരാധന വയ്ക്കുമ്പോൾ വരുന്ന എന്ന് പറയുമ്പോൾ അത്ര പ്രശ്നമില്ല. പക്ഷെ പ്ലാസ്റ്റർ ഓഫ് പാരീസാ നമ്മൾ ലോഹ വിഗ്രഹങ്ങൾ വെക്കുന്നില്ല. ലോഹ വിഗ്രഹങ്ങൾ വെക്കാൻ പാടില്ല ഒരിക്കലും പൂജാമുറിയൊന്നും. പൂജാമുറിയിലൊക്കെ വെക്കുന്ന വിഗ്രഹങ്ങൾക്ക് കണക്കുണ്ട്. അതായത് നമുക്ക് ഹനുമാനെ പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ പട്ടാഭിഷേകത്തിന് വിഗ്രഹം മേടിച്ചേക്കാം, പട്ടാഭിഷേകത്തിന് ഫോട്ടോ വാങ്ങിച്ചു വയ്ക്കാം. പിന്നെ ശിവകുടുംബം എല്ലാ വീടുകളിലും വേണം, ശിവനും പാർവതിയും മക്കളുമായിട്ടുള്ളത് അത് വേണം, ഒരു ഐക്യത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ തിരുപ്പതി ഭഗവാനും മഹാലക്ഷ്മിയുള്ളത് ഫോട്ടോ വയ്ക്കാം. ഇങ്ങനെ വയ്ക്കുന്ന നരസിംഹമൂർത്തി വയ്ച്ചുകൂടെ, നരസിംഹമൂർത്തി മഹാലക്ഷ്മിയോട് കൂടിയുള്ളത് വയ്ക്കാം. ഉഗ്രരൂപങ്ങളൊക്കെ വീട്ടിൽ വെച്ച് നമ്മൾ ഈ പ്രാർത്ഥിക്കുമ്പോൾ പവർ വരും. ആ പവർ അവിടെ ഉൾക്കൊള്ളാൻ പറ്റില്ല നമുക്ക്. കാരണം ഒരു വീടെന്ന് പറയുമ്പോൾ പല രീതിയിലുള്ള ആൾക്കാരും പല രീതിയിൽ ഭക്ഷണം കഴിക്കുന്നവരുണ്ടാവും. നമ്മളൊന്നും എല്ലാവരും സാത്വികമായിട്ട് കഴിക്കുന്ന ആൾക്കാരായിരിക്കണമെന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അപ്പോൾ നമ്മുടെ വ്യക്തി കഴിക്കാതിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അവിടെ നെഗറ്റീവായിട്ട് വരും. നമ്മളപ്പോൾ അധികമായ അമൃതും വിഷമാണ്, അതാണ് കാര്യം. വരാഹിയമ്മയെ പ്രാർത്ഥിച്ച കാര്യങ്ങളൊക്കെ നടക്കുന്നത് നല്ലതാണ്. പിന്നെ വരാഹിയമ്മയുടെ അമ്പലത്തിൽ പോവാം. അമ്പലമുണ്ട്, തൃശ്ശൂർ അന്തിക്കാടുണ്ട്, കലപ്പ ആണ് അവിടുത്തെ. ട്രിവാൻഡ്രത്തുണ്ട്. പഞ്ചമിയിൽ ഒരുപാട് വിശേഷങ്ങൾ നടക്കുന്ന അമ്പലമാണ്. പിന്നെ ട്രിവാൻഡ്രത്തുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആമേടയില് സപ്തമാതാക്കൾ നടക്കുന്നുണ്ടല്ലോ, വരാഹിയുണ്ടല്ലോ. പിന്നെ കൊടുങ്ങല്ലൂര് സൈഡിലുണ്ട്. അതൊക്കെ നല്ലതാണ്. വരാഹി തമ്മിൽ പ്രാർത്ഥിക്കണം, തെറ്റുന്നത് നല്ലതാണ്. പക്ഷേ നല്ല രീതിയിൽ പ്രാർത്ഥിക്കണം. നമ്മൾ ഗുരു ദീക്ഷയില്ലാതെ ഉഗ്രമന്ത്രങ്ങളൊന്നും ഒരിക്കലും ജപിക്കാൻ പാടില്ല. അത് നമുക്ക് തിരിച്ചടികൾ വരാൻ സാധ്യതയുണ്ട്. വെളുത്ത വാവ് കഴിഞ്ഞ് വരുന്ന കറുത്ത പഞ്ചമി എന്ന് പറയും. കറുത്ത പഞ്ചമിക്ക് നമ്മൾ തേങ്ങാദീപമൊക്കെ കത്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് കടങ്ങൾ വീടാൻ പറ്റും. നമ്മൾ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ കടങ്ങളൊക്കെ വീടാൻ സാധിക്കും. പിന്നെ കറുത്ത പഞ്ചമി, കറുത്ത അമാവാസി കഴിഞ്ഞിട്ട് വരുന്നത് വെളുത്ത പഞ്ചമിയാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ ഐശ്വര്യവും സമൃദ്ധിയും സമാധാനമൊക്കെ ഉണ്ടാവും. അപ്പോൾ 2 ദിവസങ്ങളിൽ അതായത് അമാവാസി കഴിഞ്ഞ് വന്ന പഞ്ചമിക്കും പൗർണമി കഴിഞ്ഞ് പഞ്ചമിക്കും നമ്മൾ തേങ്ങാദീപം ഒരുപാട് കത്തിച്ച് നല്ലതാണ്. വളരെ ഐശ്വര്യം ഉണ്ടാവും. സത്യമാണത്. ഈ നമ്മുടെ വരാഹിയമ്മയെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇപ്പം രാത്രി 8 മണിക്ക് ശേഷം പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ സാധാരണ പ്രാർത്ഥനകൾ എന്ന് പറയുന്നത് ഒരു രീതിയിൽ ഇവർക്ക് റിയാക്ഷൻസ് ഇല്ലാത്തതാണല്ലോ. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണല്ലോ വരാഹിയമ്മയെ വിളിക്കുന്നത് അല്ലേ? അപ്പോൾ പൂർണ്ണമായിട്ടും അമ്മയുടെ ഒരു സപ്പോർട്ട് ഉണ്ടാവുമെന്നുള്ളതാണ് അല്ലേ? മൂലമന്ത്രങ്ങൾ ജപിക്കുകയാണെങ്കിൽ മാത്രമാണ് ഈ ഗുരുപദേശത്തോടു കൂടി ചെയ്യേണ്ടത് അല്ലേ? പക്ഷെ എന്തായാലും ഈ അറിഞ്ഞും അറിയാതെയും ലോങ് ബാക്ക് ഞാൻ സ്ട്രഗിൾ ചെയ്ത് നടന്നൊരു സമയമുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു കോൺക്ലേവിൻ്റെ ആവശ്യമായിട്ട് മലേഷ്യയിൽ നിന്നും സിംഗപ്പൂരിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ ബസ്സിലാണ് പോകുന്നത്. 4 മണിക്കൂർ ട്രാവൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു സമയത്ത് ഒരാൾ പറഞ്ഞതനുസരിച്ചിട്ട് ഞാൻ ഈ വജ്രഘോഷം ഇങ്ങനെ പക്ഷേ എനിക്കത് പോസിറ്റീവ് റിപ്ലൈ ആയിരുന്നു ഉണ്ടായിരുന്നത്. അല്ല, വജ്രഘോഷം മുദ്രയുണ്ട്, അത് പകലൊന്നും ജപിക്കരുത്, രാത്രിയാണ്. വജ്രഘോഷത്തിന്റെ മുദ്രയുണ്ട്. നമ്മൾ കാര്യങ്ങൾ നടക്കാനൊക്കെ പ്രാർത്ഥിച്ച വളരെ നല്ലതായിരിക്കും. അതും സാധാരണപ്പെട്ട എല്ലാവർക്കും അത് ജപിക്കാം. എല്ലാവർക്കും ജപിക്കാം. വജ്രഘോഷം ജപിക്കാം, ഇതും ചെല്ലാം, ഒരു കുഴപ്പമില്ല. പക്ഷേ ബാക്കിയുള്ള മന്ത്രങ്ങൾ ജപിക്കാൻ പാടില്ല. മന്ത്രങ്ങളും ജപിക്കാൻ പാടില്ല. പിന്നെ വാർത്താളി അതൊന്നും ജപിക്കാൻ പാടില്ല. അതൊക്കെ ഹോമത്തിനുള്ളതാണ്. പക്ഷെ ഇപ്പോൾ ഞാൻ ഇടയ്ക്ക് ഒരാളുമായിട്ട് ഇൻ്റർവ്യൂ എടുക്കുന്ന സമയത്ത് അവരുടെ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് വാർത്താളി നിങ്ങൾ ജപിച്ചോളൂ, നിങ്ങൾ എന്ത് വിളിച്ചു കഴിഞ്ഞാലും കേൾക്കുമെന്നാണ് പറയുന്നത്. ഞാൻ അങ്ങനെ ജപിച്ചിട്ട് ഒരുപാട് പേർക്ക് സൈഡ് എഫക്റ്റായിട്ട് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഞാനെടുത്ത കൊടുങ്ങല്ലൂരമ്പയ്ക്ക് കുരുമുളക് വഴിപാട് പറഞ്ഞ് വിട്ടിട്ടുണ്ട് അവരെ. പിന്നെ ചിലരോട് പറഞ്ഞു അത്രയ്ക്ക് വയ്യെങ്കിൽ അവരെ നമ്മുടെ തൃശ്ശൂർ അന്തിക്കാട് പോയി കലപ്പ് വെച്ച് സംസ്ഥാപരാധം പറയാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം അങ്ങനത്തെ വാക്കുകളൊക്കെ നമുക്കുണ്ട്. മന്ത്രങ്ങൾ ഒരുപടിയുണ്ട്. നമ്മൾ പല ഹോമങ്ങൾക്ക് പൃത്തിങ്കിരി മന്ത്രം അതൊന്നും ജപിച്ചുകൂടാ. പൃത്തിങ്കിരി നമ്മൾ സാധാരണക്കാർക്ക് ജപിച്ചുകൂടാ. അതൊക്കെ ഉപദേശം വേണം. അതൊക്കെ തിരിച്ചടിക്കും, ശക്തമാണത്. അങ്ങനത്തെ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ചും ചെയ്തില്ലെങ്കിൽ നമുക്ക് തിരിച്ചടി വരും. പെട്ടെന്ന് സഡൻ ഉണ്ടാവാനായിട്ട് കുഴിയിൽ നിന്ന് പുറത്തേക്ക് ചാടിക്കാൻ ഒരു കുഴിയുണ്ട്. അപ്പോൾ പാലം വയ്ക്കാൻ ആൾ പോയിട്ടുണ്ട് എടുക്കാൻ, സമയത്താണ് ചാടി എന്തായിരിക്കും അവസ്ഥ? കുഴി ചാടും. എന്ന മാതിരി എല്ലാത്തിനും ഒരു ഗുരുപദേശം നന്നായിരിക്കും. ശരി. അപ്പോൾ എന്തായാലും സന്തോഷം. ഒരു രീതിയിലും തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് ആൾക്കാരിലേക്ക് എത്തിക്കാതിരിക്കുക. അറിഞ്ഞോ അറിയാതെയോ നമ്മൾ വരാഹി അമ്മയെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും അമ്മ ക്ഷമിക്കുന്നു, വിശ്വസിക്കുന്നു. എന്തായാലും മൂലമന്ത്രത്തോടു കൂടിയുള്ള ജപം ഒരു പൂർണ്ണമായിട്ടുള്ള ഗുരുപദേശത്തോടു കൂടി മാത്രമാകട്ടെ. അല്ലാതെ ജപിക്കുന്ന മന്ത്രങ്ങൾ അമ്മ ഈ പറഞ്ഞതുപോലെ ജപിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ. നന്ദി, നമസ്കാരം.